ഇറാനിൽ നിന്നും തിരിച്ചടി ഉറപ്പാണെന്ന് പ്രതീക്ഷിക്കുന്ന സയനിസ്റ്റ് രാജ്യവും നേതാക്കളും അതീവ ജാഗ്രതയിലാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കന്മാർ കൊല്ലപ്പെട്ട ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇറാനിൽ നിന്നും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെട്ടതോടെ നെതന്യാഹുവും മറ്റു മന്ത്രിമാരും ഏറെ കരുതലോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. തിങ്കൾ ഇന്നലെയോ ചൊവ്വ ഇന്നോ ഇറാന്റെ പ്രതികാര നടപടിയുണ്ടാകുമെന്ന് ബൈഡൻ ഭരണകൂടം US നിയമനിർമ്മാതാക്കളെ അറിയിച്ചിരുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ബൈഡനും അമേരിക്കയ്ക്കും വേണ്ടുവോളമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന യുദ്ധഭീതി അകറ്റേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ബ്ലിങ്കൻ മറ്റു ലോക നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രതികാര നടപടി ഉടൻ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന USഉം ഏറെ സുസജ്ജരായി തന്നെ യുദ്ധമുഖത്തുണ്ടാകുമെന്നത് തീർച്ചയാണ്. ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ടെഹ്റാൻ സാക്ഷിയായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. അത്രത്തോളം സുരക്ഷിതത്വമില്ലാത്ത രാജ്യമാണ് ഇറാൻ എന്ന് വിലയിരുത്തലുകൾ ഉണ്ടായതും ഇറാനെ തിരിച്ചടിക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം ഇസ്രായേൽ വെല്ലുവിളിച്ചത് ഇറാന്റെ പരമാധികാരത്തെയും ആ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയുമാണ്. ബെയ്റൂത്തിൽ ഹിസ്ബുള്ള സൈനിക കമാൻഡർ ഫുആദ് ഷുക്കറും കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഹിസ്ബുള്ളയും സുപ്രധാന പങ്ക് വഹിക്കുമെന്നത് തീർച്ചയാണ്. മിഡിൽ ഈസ്റ്റിലെ അസ്വസ്ഥതകൾക്കും പിരിമുറുക്കത്തിനും യഥാർത്ഥ കാരണം ഇസ്രായേലാണെന്ന് കുറ്റപ്പെടുത്തുകയാണ് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി. ഇറാൻ മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇസ്രായേലിനെ ശിക്ഷിക്കാൻ ഇറാൻ അതിൻ്റെ അവകാശം ഉപയോഗിക്കുന്നുവെങ്കിൽ അത് മേഖലയിൽ സ്ഥിരത സ്ഥാപിക്കാനാണെന്നും നാസർ കനാനി വാർത്താ സമ്മേളനത്തിനിടെ പങ്കുവെക്കുകയുണ്ടായി. മിഡിൽ ഈസ്റ്റിൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി ടെഹ്റാനിലേക്ക് അപൂർവ സന്ദർശനവും നടത്തിയിരിക്കുകയാണ്. മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ചുള്ള ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ സന്ദേശവും അദ്ദേഹം ഇറാന് കൈമാറി. പുതിയ ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മസൂദ് പെസഷ്കിയാനുമായി സഫാദി കൂടിക്കാഴ്ച നടത്തി. ഹനിയയെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്നും അതിന് മറുപടി ലഭിക്കാതെ പോകില്ലെന്നും ഇരുവരും തമ്മിലുള്ള ചർച്ചയ്ക്കിടെ മസൂദ് പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗസയിലെ യുദ്ധം, ഹനിയയുടെ കൊലപാതകം, ഇറാന്റെ പരമാധികാരത്തിനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വിദേശകാര്യമന്ത്രിമാരുടെ പ്രത്യേക യോഗം ചേരുമെന്ന് 57 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇന്റർ ഗവൺമെന്റ് ബോഡിയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ പ്രഖ്യാപിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്ന് പ്രത്യാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ സംബന്ധിച്ചും ചർച്ച നടത്തി. ഇറാനെ പിടിച്ചുകെട്ടാൻ ഇസ്രായേൽ സുസജ്ജമാണെന്ന് വ്യക്തമാക്കുന്നതാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. 2 അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ചെങ്കടലിലേക്ക് മാറ്റിയതായി പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. USS ലാബൂണും USS കോളും ഒമാൻ ഉൾക്കടലിൽ നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലോ മെഡിറ്ററേനിയൻ കടലിലോ ഉള്ള 12 US യുദ്ധക്കപ്പലുകളുടെ ഭാഗമാണിവ. ആ കപ്പലുകളുടെ കൂട്ടത്തിൽ USS തിയോഡോർ റൂസ്വെൽറ്റും ഉൾപ്പെടുന്നുണ്ട്. ഇത് ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങുന്നതായാണ് വിവരം. Waytonikah.com, the exclusive Muslim matrimonial site.